വന്നല്ലോ അനുപമ. നമസ്കാരം അനുപമേ. നമസ്കാരം. എനിക്ക് നല്ല പരിചയം തോന്നുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് അമ്മ ആരാ അവരൊക്കെ? നമ്മുടെ ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. അയ്യോ ആണോ? സോറി സാർ, എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഓർത്തെടുക്കാൻ പറ്റിയില്ല. ഏയ് അതൊന്നും കുഴപ്പമില്ല. ഇനി അങ്ങോട്ട് ഓർത്താ മാത്രം മതി. സാർ ഇരിക്കെ. ഓ അല്ല, നിങ്ങൾ രണ്ടുപേരും എന്താ പ്രസിഡന്റിന്റെ കൂടെ? ഞങ്ങളൊരു പാർട്ടിക്കാരാ. ഈ ഇലക്ഷന് മത്സരിക്കാനേ സ്ഥാനാർത്ഥിയെ തിരക്കി അങ്ങ് ഇറങ്ങിയതാ. ഈ വാർഡിലെ പാർട്ടി സ്ഥാനാർത്ഥിയെ കണ്ടിരിക്കുന്നത് അനുപമയാ. അത് നേരിട്ട് അറിയിക്കാനാ പ്രസിഡന്റ് വന്നിരിക്കുന്നത്. അയ്യോ, ഞാൻ സ്ഥാനാർത്ഥിയാവാനോ? അതെ, അനുപമ ഇപ്പോ ഇന്നത്തെ ചെറുപ്പക്കാരികൾക്കൊക്കെ ഒരു മാതൃക ആയിരിക്കുക. ഇങ്ങനൊരു വനിതയായിരിക്കണം നാളത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കേണ്ടത് എന്നാണ് പാർട്ടിയുടെ തീരുമാനം. അമ്മ, ഇവര് എന്തൊക്കെയാ പറയുന്നേ? അമ്മ ഇതിനൊക്കെ സമ്മതിച്ചോ? സുശീലേച്ചി സ്ഥാനാർത്ഥിയാവാൻ സമ്മതിച്ചു. പക്ഷെ പാർട്ടിക്ക് അതിൽ താല്പര്യമില്ലല്ലോ. അതെന്താ സാർ, ഈ വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ എന്നെക്കാളും യോഗ്യത അമ്മയ്ക്കല്ലേ ഉള്ളത്? ഞാൻ ഈ നാട്ടില് മരുമകളായിട്ട് എത്തിയതല്ലേ സാർ. പക്ഷെ അമ്മയാണെങ്കിൽ വർഷങ്ങളായിട്ട് ഈ നാട്ടിൽ ജീവിക്കുന്നതാ. എന്നെക്കാളും എന്തുകൊണ്ടും യോഗ്യത അമ്മയ്ക്ക് തന്നെയാ സാർ. പക്ഷെ പാർട്ടി കണ്ടിരിക്കുന്ന കാൻഡിഡേറ്റ് അനുപമയാണ്. ദയവ് ചെയ്ത് അനുപമ ഞങ്ങളുടെ സഹകരിക്കണം. ഇതൊരു ചാൻസ് അല്ലേ അനുപമേ? നാളെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആകുക എന്നൊക്കെ പറഞ്ഞ ഒരു നിസ്സാര കാര്യ. ആർക്കും കിട്ടാത്ത ഭാഗ്യ അനുപമയെ തേടി വന്നിരിക്കുന്നത്. അല്ല, അതൊക്കെ ശരി തന്നെയാ. പക്ഷെ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഏറ്റെടുക്കാൻ അനുപമേ. പിന്നെ ഈ കുടുംബത്തിനൊരു അന്തസ്സുള്ള കാര്യമല്ലേ. അമ്മ എന്തേ പറയുന്നേ? എടുത്ത് ഇങ്ങനെ തനിച്ചൊരു തീരുമാനം എടുക്കുന്നേ? ഇന്ദ്രേട്ടനോട് ഇതൊക്കെ ചോദിക്കണ്ടേ? ഇവളൊരു തീരുമാനം എടുത്താലേ അവൻ എതിർപ്പൊന്നും പറയാൻ പോകുന്നില്ല, അല്ലേ? ഇന്ദ്രനോട് ഞങ്ങൾ സംസാരിച്ചോളാം അനുപമേ. ഞങ്ങൾക്ക് അനുപമ തയ്യാറാണോ എന്ന് മാത്രം അറിഞ്ഞാ മതി. പറ സാർ, ഇല്ല, ഞാൻ തയ്യാറല്ല. ചായ എടുത്ത് കുടിക്കുന്നുണ്ട്. അനുപമയായിരുന്നെങ്കിൽ നമ്മൾ ഈ വാർഡ് പുഷ്പം പോലെ പിടിച്ചേനെ. സുശീല ചേച്ചിയും വാർഡുള്ളവർക്കൊക്കെ സുപരിചിതയാ പ്രസിഡന്റ്. അവര് മത്സരിച്ചാലും ഇവിടെ ജയിക്കുമെന്നാ എന്റെ ഒരു തോന്നൽ. അതൊക്കെ വെറും തോന്നല. സുശീല ചേച്ചി ഞങ്ങൾക്ക് അറിയും പോലെ സുകുമാരിക്ക് അറിയത്തില്ലല്ലോ. നിങ്ങൾക്ക് അവരെ കുറിച്ച് എന്തറിയാം? ഏതോ അറ്റം തൊടാത്ത ബന്ധുവായിരുന്നത് കൊണ്ട് എല്ലാം അറിയണമെന്നുണ്ടോ? ഞങ്ങളെ ഒരേ നാട്ടുകാരാ. ധനൻ ഈ നാട്ടുകാരനാണോ? തനിക്ക് വാർഡിൽ വോട്ടുണ്ടോ? എന്റെ വോട്ടേ അത് എന്റെ നാട്ടിലാ. പിന്നെ വാസന്തി ഈ നാട്ടില് ഈ പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്നവളാ, അല്ലേ വാസന്തി? പിന്നല്ലാതെ. പിന്നെ ഈ സുശീല ബന്ധുവാവുന്നതിന് മുന്നേ എനിക്കറിയാം. അവരുടെ ശരിയായ സ്വഭാവം എന്താന്ന് സുകുമാരിക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. അത് പിന്നെ മതി മതി, ഇനി ഇതിന്റെ പേരിൽ നിങ്ങൾ തമ്മിലൊരു തർക്കം വേണ്ട. അനുപമ മത്സരിക്കാൻ തയ്യാറല്ലെന്നും സുശീല താല്പര്യം പ്രകടിപ്പിച്ചുവെന്നും ഞാൻ മേൽഘടകത്തിൽ റിപ്പോർട്ട് ചെയ്യാം. അവര് തീരുമാനിക്കട്ടെ. മതി, അത് മതി പ്രസിഡന്റ്. സുശീലയുടെ കാര്യം നമ്മൾ മുകളിലേക്ക് അറിയിക്കണോ പ്രസിഡന്റ്? അല്ല, നമ്മൾ എന്തിനാ ഒരു കുടുംബത്തിൽ കിടന്ന് ഇങ്ങനെ വട്ടം കിടന്നേ? വാസന്തി അങ്ങ് സ്ഥാനാർത്ഥിയാക്കിയ നമുക്ക് പുഷ്പം പോലെ അങ്ങോട്ട് ജയിച്ച് കയറാവുന്നതല്ലേ ഉള്ളൂ, അല്ലേ വാസന്തി? വാസന്തിയുടെ പേര് മേൽഘടകത്തിന്റെ പട്ടികയിലുണ്ട്. നമ്മളിപ്പോ വിജയസാധ്യതയുള്ള ഒരാളെയാണ് നോക്കുന്നത്.
അങ്ങനെ ഒരാളെ കിട്ടിയില്ലെങ്കിൽ വാസന്തിക്ക് തന്നെയായിരിക്കും അടുത്ത ചാൻസ്. അത് മതി. നമുക്കേ അനുപമയുടെ കാര്യം അവളുടെ ഭർത്താവായിട്ടൊന്ന് സംസാരിച്ചു നോക്കിയാലോ പ്രസിഡന്റ്? ഈ ടൗണിൽ കട നടത്തുന്ന ഇന്ദ്രനെ പ്രസിഡന്റ് അറിയില്ലേ? പിന്നെ ഇന്ദ്രൻ നമ്മുടെ ആളല്ലേ. വേണമെങ്കിൽ ഞാൻ ജില്ലാ പ്രസിഡന്റിനെ കൊണ്ടൊന്ന് സംസാരിപ്പിച്ചു നോക്കി. ഏതായാലും ഞാൻ ജില്ലാ കമ്മിറ്റിയിലേക്ക് ഒന്ന് വിളിക്കട്ടെ. അയ്യോ സാറ്, അല്ല, ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാന്നൊക്കെ പറയുമ്പോൾ വലിയ അധ്വാനവും സാമ്പത്തികമൊക്കെ ആവശ്യമുള്ള കാര്യമാണ്. അതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ള പണിയൊന്നുമല്ല. പാർട്ടിക്കാര് ആദ്യം വലിയ പ്രോത്സാഹനമൊക്കെ തരും, തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ കൂടെ നിൽക്കുകയും ചെയ്യും. പക്ഷേ അണികളെ കൊണ്ടു നടക്കുന്നതിന്റെ ഉത്തരവാദിത്വം പലപ്പോഴും സ്ഥാനാർത്ഥികളുടെ തലത്തിൽ തന്നെ വരും. കുറച്ച് കാശ് പോയാൽ എന്താ ഇന്ദ്ര? ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആവുക എന്നൊക്കെ പറഞ്ഞാ വലിയ അന്തസ്സല്ലേ? സ്ഥാനമാനങ്ങളൊക്കെ കിട്ടിയ പിന്നെ കാശ് തനിയെ വരില്ലേ? അല്ല, ഏട്ടത്തിയെ പഞ്ചായത്ത് പ്രസിഡന്റാക്കി കാശ് വരാന്നാണ് അമ്മ വിചാരിക്കുന്നത്. കാശൊന്നും വേണ്ട സത്യ, അത് ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഈ കുടുംബത്തിൽ ഒരാൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ? അതിന് ഏട്ടത്തി മത്സരിക്കാൻ തയ്യാറല്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞില്ലേ അമ്മേ? ഇനി നമ്മൾ എല്ലാവരും കൂടി നിർബന്ധിച്ച് ഏട്ടത്തിയെ കൊണ്ട് സമ്മതിപ്പിക്കണോ? അമ്മ പറഞ്ഞു വരുന്നത് ഏട്ടത്തിയുടെ കാര്യമല്ല സത്യേട്ട. പിന്നെ അമ്മ മത്സരിക്കുന്നതിനെ കുറിച്ചാ. അമ്മ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആണെങ്കിലും അതിൽ മത്സരിക്കാൻ ചില യോഗ്യതകളൊക്കെ ഉണ്ട് സോനെ. പ്രത്യേകിച്ച് ഒരു പാർട്ടി സ്ഥാനാർത്ഥിയെ കണ്ടെത്തുമ്പോഴേ അതൊക്കെ നോക്കും. ആഹാ, എനിക്ക് എന്താ ഇന്ദ്ര ഒരു യോഗ്യത കുറവ്? ഇവിടുത്തെയൊക്കെ നേതാക്കന്മാരുടെ യോഗ്യത എന്താണെന്ന് എനിക്കറിയാം. അവരൊക്കെ ജനിക്കുമ്പോഴേ രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്നവരൊന്നും അല്ലല്ലോ. വേറൊരു ജോലി അവർക്ക് അറിയത്തുമില്ല, ഒരു ജീവിതാനുഭവവും ഇല്ല. പക്ഷേ എനിക്ക് 3 മക്കളെ വളർത്തി വലുതാക്കിയ യോഗ്യതയും ജീവിതാനുഭവവും ഉണ്ട്. 10 പേരുടെ മുമ്പിൽ നിന്ന് കാര്യം പറയാനുള്ള നാവും സാമർത്ഥ്യവും ഉണ്ട്. അല്ല, ഇവിടെ അനുപമയെ ക്ഷണിക്കാൻ വന്ന നിലവിലെ പ്രസിഡന്റ് പീതാംബരന്റെ യോഗ്യത എന്താ? എന്താ? പീതാംബരൻ സാറിനെ ഞാൻ കാണുന്ന കാലം മുതലേ അങ്ങനെ പ്രസിഡന്റ്. നാട്ടുകാരെല്ലാവരും കൂടി വോട്ട് ചെയ്ത് പ്രസിഡന്റ് ആക്കിയത് മാത്രമാ അയാളുടെ യോഗ്യത.